ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എക്സാമിനേഷനിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ മനു എം ആണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നിരവധി മത്സര പരീക്ഷകളിൽ ഉന്നതമായ റാങ്ക് കരസ്ഥമാക്കാൻ പറ്റിയ ഒരു ഉദ്യോഗാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിജയത്തിന്റെ വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രോഗ്രാമിലേക്ക്. സാർ, അതായത് ഇത്രയധികം എക്സാമിനേഷനുകളിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റിയ ഒരു ഉദ്യോഗാർത്ഥിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും താങ്കളെ പറ്റി 2 വാക്ക്. എൻ്റെ പേര് മനു എം. ഞാൻ ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് ഇറിഗേഷനിൽ വർക്ക് ചെയ്യണം. 2013 ബിടെക് പാസ്സായത്. അത് കഴിഞ്ഞ് 2 വർഷം കേരള അഗ്രോ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് CET-യിൽ തെർമൽ സയൻസിൽ എംടെക് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ CSIR-ൽ JRF ആയിട്ട് ഒരു 3 മാസം അടുപ്പിച്ച് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് റെയിൽവേ ക്ലിയർ ചെയ്ത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയറായി 5 വർഷത്തോളം വർക്ക് ചെയ്തു. 3 മാസം മുന്നേ ഇവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോയിൻ ചെയ്തു. ഓക്കെ, അസിസ്റ്റന്റ് എഞ്ചിനീയറിലേക്ക് ജോയിൻ ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ബിടെക് ബിരുദധാരിയായി, പിന്നീട് എംടെക് ബിരുദധാരിയായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു സംശയമാണ്, എന്തുകൊണ്ടൊരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന ഒരു ഡിസിഷനിലേക്ക് വന്നു? അതാണ് ഏറ്റവും ആകർഷകമായിട്ട് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും, അതായത് ബിടെക് കഴിയുന്ന എല്ലാവരും മറ്റു മേഖലകളിലേക്ക് പോകുമ്പോൾ സാർ എന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് മേഖല ആദ്യം പ്രിഫർ ചെയ്യാൻ കാര്യം? സാർ, ബിടെക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്രിഫറൻസ് പുറത്തോട്ട് പോകുന്ന തന്നെയായിരുന്നു. എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് പുറത്ത് പോകാൻ തന്നെയായിരുന്നു. എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തതാണ് കേരള അഗ്രോ ഇൻഡസ്ട്രീസിൽ. അവിടെ 1 വർഷം അപ്രന്റീഷിപ്പ് ആയിരുന്നു, 1 വർഷം കോൺട്രാക്ട് എഞ്ചിനീയർ ആയിരുന്നു. സോ അവിടെ ചെന്നപ്പോൾ അവിടുത്തുള്ള ടോപ്പ് ഒഫീഷ്യൽസും ബിടെക് എമാരും എൻജോയ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റാണ് എന്നെ ഇതിനോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. പ്ലസ് എൻ്റെ ഫാമിലിയിലായാലും ആരും തന്നെ ഗവൺമെൻറ് സർവീസിലില്ല. സോ അത് കാരണം ഉണ്ടായ ഒരു ഇൻസ്റ്റെബിലിറ്റി ഞാൻ എൻ്റെ ലൈഫിൽ ഫുള്ള് ഫേസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഗവൺമെൻറ് സർവീസ് വേണമെന്ന് അപ്പോഴാണ് എനിക്ക് തോന്നി തുടങ്ങിയത്. ആ ഒരു ഡിസിഷൻ ഈ ഒരു ലെവൽ വരെ എത്തിച്ചു. അതെ. അപ്പൊ അതൊരു വലിയ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പൊ സാറ് പറഞ്ഞു, സാർ സർക്കാർ ജോലിയിലേക്ക് വരാൻ, അല്ലെങ്കിൽ സർക്കാർ ജോലിയോട് ഒരു താല്പര്യം വരാനുള്ള കാരണം അഗ്രോ ഇൻഡസ്ട്രീസിലെ ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ അഗ്രോ ഇൻഡസ്ട്രീസിൽ സാറിന് ഈ സർക്കാർ ജോലി വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പദവിയോട് അല്ലെങ്കിൽ പ്രത്യേക പോസ്റ്റിന് വേണ്ടിയുള്ള ഒരു പഠനമായിരുന്നു തുടങ്ങി, അല്ലെങ്കിൽ പ്രത്യേക പോസ്റ്റിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു തുടങ്ങിയത്? ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ഗേറ്റ് വഴി PSU ജോയിൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഗേറ്റിന് വേണ്ടിയാണ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അതുവഴി ആ സമയത്ത് വന്ന ഒരു എക്സാം ആയിരുന്നു ഇസ്രോയിലെ സയന്റിസ്റ്റ് പോസ്റ്റ്. ഇതിന് 2-നും വേണ്ടിയാണ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. സോ ഗേറ്റ് 4 തവണ ക്ലിയർ ചെയ്തു. പക്ഷേ PSU-ന് ജോയിൻ ചെയ്യേണ്ട റാങ്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഇസ്രോയിൽ 2 തവണ എക്സാം ക്ലിയർ ചെയ്തു, പക്ഷേ ഇന്റർവ്യൂവിൽ ഔട്ടായിട്ടുണ്ട്. പിന്നെ റെയിൽവേ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ പോളി ലെക്ചർ എന്ന ഒരു എക്സാം, കേരള PSC നോട്ടിഫിക്കേഷൻ വന്ന ശേഷം പോളി ലെക്ചർ എന്ന പോസ്റ്റിലേക്ക് വേണ്ടിയാണ് പിന്നെ സ്പെസിഫിക് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയത്. അതായത് സാർ ഇപ്പൊ പറഞ്ഞു, സാറ് തയ്യാറെടുത്ത് തുടങ്ങിയത് ഇസ്രോയ്ക്ക് വേണ്ടിയും ഗേറ്റിന് വേണ്ടിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ അതിനുവേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങിയ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഇന്ന് നിലവിലെ സാറ് വന്നു നിൽക്കുന്നത് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതാണ്ട് ഒരു ബെഞ്ച് ഓഫ് ലിസ്റ്റിലാണ്. അതായത് ഒരു ബെഞ്ച് ഓഫ് ലിസ്റ്റിൽ സാറിന് റാങ്ക് ലിസ്റ്റ് ഇടം നേടാൻ പറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, സാർ ഏതൊക്കെ ലിസ്റ്റിലാണ് പ്രധാനമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത്? ഞാൻ ഇസ്രോയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെയാണ്, ആ സമയത്ത് നടന്ന ഇറിഗേഷനിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അഗ്രോ ഇൻഡസ്ട്രീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, കൊച്ചിൻ മെട്രോയിലെ സെക്ഷൻ എഞ്ചിനീയർ, KSRTCയിലെ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ, ഈ 4 പോസ്റ്റ് ആ സമയത്ത് റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നടന്ന സീരീസ് ഓഫ് എക്സാംസ് ലൈക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ, ലെക്ചർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഇറിഗേഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ദെൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിലെ ഇൻസ്പെക്ടർ, then ഇപ്പോൾ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1, then വർക്ക്ഷോപ്പ് ഇൻസ്പെക്ടർ, then സീനിയർ ഡ്രില്ലർ. ഇത്രയും പോസ്റ്റുകളാണ്. ഇത്രയും റാങ്ക് ലിസ്റ്റുകൾ താങ്കൾ നിലവിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഏതാണ്ട് ഒരു 12-ൽ കൂടുതൽ ലിസ്റ്റിൽ താങ്കൾ നിലവിൽ ലിസ്റ്റാണ്. അപ്പൊ നിലവിൽ ഇപ്പൊ ചൂസ് ചെയ്തിരിക്കുന്നത് ഇറിഗേഷൻ വകുപ്പിലാണ് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ആഗ്രഹിച്ചത്. അതായത് അവിടുത്തെ ഒരു തുടക്കമാണ് അല്ലെ, ഒരു അഗ്രോ ഇൻഡസ്ട്രീസിൽ വെച്ച് താങ്കൾ തുടങ്ങിയ ഒരു യാത്ര ഏതാണ്ട് 12-ലധികം വരുന്ന റാങ്ക് ലിസ്റ്റിൽ അത് ഗസറ്റഡ് പ്രസിദ്ധീകയിൽ തന്നെ വന്നു നിൽക്കുന്നു. പ്രത്യേകിച്ചും താങ്കൾക്ക് ഈ ഒരു മേഖലയിൽ, അതായത് പ്രത്യേകിച്ച് ഈ ഒരു ടെക്നിക്കൽ മേഖലയിൽ തന്നെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാരണം ഇത് തന്നെയായിരുന്നു? ടെക്നിക്കൽ പണ്ടോട്ട് സയൻസിലൂടെയുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബിടെക്കിൽ കോർ സബ്ജക്ട് തന്നെ എടുക്കണമെന്ന് വിചാരിച്ച് തന്നെ മെക്കാനിക്കൽ എടുക്കുന്നത്. സോ അതിൽ തന്നെ ഒരു ജോബ് കിട്ടണമെന്നുള്ളത് നല്ലൊരു ആഗ്രഹമായിരുന്നു.
ആ ആഗ്രഹത്തിന് ഫോളോ ചെയ്താണ് ഇതുവരെ പറ്റിയത്. ഓക്കെ ഓക്കെ. അതായത് താങ്കള് ഇപ്പൊ പറഞ്ഞത് താങ്കൾ ഏതാണ്ട് ധാരാളം റാങ്ക് ലിസ്റ്റ് 12ഓളം റാങ്ക് ലിസ്റ്റില് അതും ഗസ്റ്റഡ് ലെവലുള്ള റാങ്ക് ലിസ്റ്റില് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഇടം നേടാനായിട്ട് താങ്കൾ നടത്തിയൊരു തയ്യാറെടുപ്പുണ്ട്. ഈ തയ്യാറെടുപ്പിൽ താങ്കൾ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? സാർ, ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് സമയത്ത് അഗ്രോ ഇൻഡസ്ട്രീസിലായിരുന്നു ഫസ്റ്റ് ഇയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ് റെയിൽവേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ CSIR JRF ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. റെയിൽവേയിലായിരുന്നപ്പോഴാണ് ഞാൻ പോളിക്കും ബാക്കിയുള്ള സീരീസ് ഇപ്പോൾ നടന്ന എക്സാംസ് എല്ലാം വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. സോ ജോബിൻ്റെ കൂടെ തന്നെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്നത് ആയിരുന്നു മേജർ ചാലഞ്ച് ആ സമയത്ത്. സോ ആദ്യമൊക്കെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുമെങ്കിലും ഈ അടുത്ത കാലത്ത് നടന്ന എക്സാംസിന് ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് തോന്നുകയും അങ്ങനെയാണ് ഞാൻ ഏണസ്റ്റ് അക്കാഡമിയെ പറ്റി അറിയുന്നത്, അതിൽ എൻറോൾ ചെയ്യുന്നത്. സോ ഈ നടന്ന എക്സാംസിന് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു റാങ്ക് കിട്ടിയത്. ബാക്കി മുമ്പും ഞാൻ ഇറിഗേഷൻ AAT റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു, 40 പുറത്തായിരുന്നു എൻ്റെ റാങ്ക്. ഈ നടന്ന എക്സാമിനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് 7ാമത്തെ റാങ്ക് കിട്ടി. കോച്ചിങ്ങിൻ്റെ കുറേ മീൻസ് മോക്ക് ടെസ്റ്റും അവരുടെ വീഡിയോസും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുണ്ട്, പിന്നെ കുറേ എക്സാം സീരീസ്, ഇതെല്ലാം എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബൂസ്റ്റ്, ഒരു ലെവലിൽ നിൽക്കുമെന്നുണ്ടായിരുന്നു, അതിൽ നിന്നൊരു ബൂസ്റ്റ് എനിക്ക് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ കോച്ചിങ് കാരണം കിട്ടിയിട്ടുണ്ടായിരുന്നു. താങ്കൾക്കൊരു ഗൈഡൻസ് കിട്ടാൻ സഹായിച്ചിരുന്നു. ജോബിന്റെ ഇടയിലായതുകൊണ്ട് അതെനിക്ക് അത്യാവശ്യമായിരുന്നു. അതായിരുന്നു താങ്കൾ നേരിട്ട വെല്ലുവിളി നേരിട്ട രീതിയും ഇങ്ങനെയായിരുന്നു. അതായത് ഇത്രയധികം റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇത്രയും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ വേണ്ടി അതായത് എല്ലാ പരീക്ഷകൾക്കും ഒരേ സ്ട്രാറ്റജി തന്നെയാണോ താങ്കൾ ഇംപ്ലിമെന്റ് ചെയ്തത്, അതോ ഓരോ പരീക്ഷയ്ക്കും ഓരോരോ രീതിയിലുള്ള പഠന മാതൃകയാണോ അഡോപ്റ്റ് ചെയ്തത്? എന്താണ് താങ്കളുടെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു? സാർ, ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ഗേറ്റ് എക്സാംസിന് വേണ്ടിയാണ്. സോ ഗേറ്റിൻ്റെ സബ്ജക്ട്സ് തന്നെയാണ്, ഗേറ്റ് സിലബസ് വെച്ചിട്ട് തന്നെയാണ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. സോ അതിന് വേണ്ടി ഞാൻ NPTELന്റെ വീഡിയോസും കണ്ടും എൻ്റെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ ഞാൻ തന്നെ എൻ്റെ ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റിവിഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്ലസ് ഞാൻ ഇപ്പോൾ ഈ നടന്ന കുറച്ച് എക്സാംസിന് വേണ്ടി ഏണസ്റ്റിൻ്റെ കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് ഇതിൽ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ നോട്ട്സ് തന്നെ ഞാൻ റെഫർ ചെയ്യാൻ വേണ്ടി പിന്നെ ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ BTech എക്സാംസിന് വേണ്ടി തന്നെയാണ് ഫുള്ള് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മീൻസ് ഡിപ്ലോമ ലെവൽ എക്സാംസ് തന്നെ സെപ്പറേറ്റ് തന്നെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ നീഡഡ്. സോ അതുകൊണ്ട് BTech ലെവൽ എക്സാംസിന് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ തന്നെ നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ഇപ്പോൾ ഏണസ്റ്റിൻ്റെ PDF ആണ്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് റെഫർ ചെയ്യുമായിരുന്നു. പ്ലസ് എക്സാംസ് ക്വസ്റ്റ്യൻസ് സോൾവിങ് പ്രീവിയസ് ഇയർ ഡിസ്കഷൻസ് വീഡിയോസ് ഉണ്ടായിരുന്നു ഇതിൽ തന്നെ. അപ്പോൾ അത് മാക്സിമം അറ്റൻഡ് ചെയ്യുമായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് ഫെമിലിയറൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ടുള്ള നോട്ട് റിവിഷൻ ഭയങ്കര നല്ലപോലെ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ്. അതായത് മെക്കാനിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ എല്ലാ എക്സാമിനേഷനും ഏതാണ്ട് ഒരേ പാറ്റേൺ സ്റ്റഡി തന്നെയാണ് പിന്തുടരുന്നത്. അപ്പം ഈ ഒരു ഗ്രൂപ്പ് ബഞ്ചസ് ഓഫ് എക്സാമിനേഷനിൽ വ്യത്യസ്ത റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടാൻ പറ്റും. അതായത് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് എഫർട്ട് ഇടേണ്ടി വന്നില്ല. മീൻസ് എക്സാംസ് എല്ലാം ഉണ്ടെങ്കിലും ചില എക്സാംസിന് സിലബസിന്റെ ചേഞ്ച് വരും, അതിനുവേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് എഫർട്ട് ഇട്ടാൽ മതിയാവും. ബാക്കി കോർ എല്ലാത്തിനും സെയിം തന്നെയാണ്. സോ അതിനുള്ളത് നമ്മൾ കോർ എപ്പോഴും നമുക്ക് തറവാക്കി വെക്കും പഠനം മാത്രം. വ്യക്തമാണ്. അതായത് കോറിനെ നമ്മൾ വിട്ട് കളയാതെ, അതായത് ഇപ്പൊ ഇനി പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ ഈ ഒരു ധാരണയിൽ വേണം അപ്രോച്ച് ചെയ്യാൻ. അതായത് ഏതൊരു എക്സാം വരുന്നെങ്കിലും കോറായിട്ട് തന്നെ നിർത്തി ബാക്കിയുള്ള കണ്ടന്റുകളെ ബേസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. എക്സാം അനുസരിച്ച് ആ ചേഞ്ച് നമുക്ക് അത് വലിയ സമയം എടുക്കില്ല. അതിനുള്ള ആ ഒന്ന് എഫർട്ട് അതൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി വലിയ സമയം എടുക്കില്ല. കോറ് നല്ല രീതിയിൽ ഇത് തറവാക്കുക. വ്യക്തമാണ്. അതാണ് താങ്കളുടെ ഇത്രയും റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം നേടാനുള്ള ഒരു സഹായിച്ചിട്ടുണ്ട്. ശരി. ഇനിയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, അതായത് നമ്മള് പഠനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് നമ്മളെങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, സ്ട്രാറ്റജി എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എക്സാം ഹാള്. ഏതൊരു പരീക്ഷയും റാങ്കില് ഒരു വലിയ കോർ റോൾ എടുക്കുന്ന ഒരു മേഖലയാണ് ഹാളിലെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. അപ്പം ഈ ഒരു ഇത്രയും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഒരാൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ ഒരു എക്സാം ഹാളിലെ ആ ഒരു പർട്ടിക്കുലർ മണിക്കൂറുകൾ ഓവർകം ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മുടെ ഉത്തരങ്ങൾ നെഗറ്റീവ് വരാതെ നോക്കണം, കൃത്യമായി എല്ലാ ഉത്തരങ്ങളിലും എത്താൻ പറ്റണം, ചില ഉത്തരങ്ങളൊന്നും അറിയാതെ ഉണ്ടാവും. അതിനെയൊക്കെ എങ്ങനെ ബ്രില്യന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി അതൊന്ന് വിശദമാക്കാമോ? എത്രത്തോളം പ്രിപ്പയർ ചെയ്താലും ആ 1.5 മണിക്കൂർ, നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന 1.5 മണിക്കൂറാണ് നമ്മുടെ ഒരു സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ 1.5 മണിക്കൂറിൽ നമ്മുടെ കോൺസെൻട്രേഷൻ അത്രത്തോളം ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്കൊരു ഹൈ റാങ്കിലേക്ക് എത്താൻ കഴിയുള്ളൂ.
സോ ആ കോൺസെൻട്രേഷൻ സ്പാൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് മീൻസ് എനിക്ക് ആ സമയത്ത് എനിക്ക് ബ്രീത്തിങ് ടെക്നിക്സിലൊക്കെ മെഡിറ്റേഷൻ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എക്സാം പേടി മാറ്റണം, അതാണ് ഫസ്റ്റ്. എക്സാം പേടി ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യും, ആ എക്സാം മാത്രം എഴുതാൻ നിൽക്കരുത്. മുമ്പുള്ള എക്സാംസും പോയി എഴുതുക. എക്സാം ഹോളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും നമുക്ക് ഫെമിലിയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പേടിയില്ലാതെ അവിടെ പോയി എഴുതാൻ പറ്റുള്ളൂ. ആൻഡ് ഈ കോൺസെൻട്രേഷൻ സ്പാൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ നല്ലപോലെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊക്കെയാണ് ഞാൻ എങ്ങനെയൊക്കെയായിരുന്നു ബ്രീത്തിങ് മീൻസ് മെഡിറ്റേഷൻ, യോഗയാണോ? മെഡിറ്റേഷൻ ടെക്നിക്സ് കുറെ തന്നെ ഇപ്പൊ യൂട്യൂബ് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ 1.5 മണിക്കൂറിൽ നമുക്ക് ഇതിന്റെ ഇടയിൽ തന്നെ നമ്മൾ മൈൻഡ് ഡൈവേർട്ട് ആയി പോകാൻ ചാൻസ് ഉണ്ട്. സോ ആ ഡൈവേർട്ട് കോൺസെൻട്രേഷൻ സ്പാൻ ഇൻക്രീസ് ചെയ്യുക, അതാണ് നമുക്ക് മാക്സിമം ചെയ്യേണ്ടത്. അതിനുവേണ്ടി മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്സ് യൂട്യൂബിൽ തന്നെ കുറെ വീഡിയോസ് ഉണ്ട്. അത് നമുക്ക് സ്ലോലി പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ സ്പാൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അറ്റംപ്റ്റിലൊക്കെ എങ്ങനെയാണ് സാർ അഡോപ്റ്റ് ചെയ്യുക സ്ട്രാറ്റജി? അതായത് 100 ചോദ്യം ഉള്ളതിൽ മുഴുവൻ ക്വസ്റ്റ്യനും സാർ ഒബ്സർവ് ചെയ്യും, അതിനുശേഷം എല്ലാ ആൻസറും, അതായത് ബബിളിംഗ് സ്ട്രാറ്റജിയിൽ എല്ലാ ആൻസറും, അതായത് പ്രോബബിലിറ്റി ഉള്ളതൊക്കെ ബബിൾ ചെയ്യുമോ, അതോ മാക്സിമം എലിമിനേഷൻ കൊടുക്കുക, എങ്ങനെ? എലിമിനേഷൻ മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള കാര്യമാണ്. പ്ലസ് ആദ്യം നമുക്ക് 100% ഷുവർ ആയിട്ടുള്ള ആൻസർ എല്ലാം ഫിൽ ചെയ്യുക, എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് എവിടെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ ആലോചിച്ച് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് കാണും. അവിടെ ഒരു സ്ട്രെച്ചിൽ പോകുമ്പോൾ കിട്ടാത്തതും പിന്നെ ഒന്ന് കുറേ 2 സെക്കൻഡ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ 5 സെക്കൻഡ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കാണും. അത് പിന്നെ വന്ന് ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് ആൻസർ കിട്ടും. ഇത്ര ക്വസ്റ്റ്യൻ എഴുതണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു എക്സാം അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം നെഗറ്റീവ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതും പ്ലസ് നമുക്കറിയാവുന്ന മാക്സിമം അവിടെ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മറ്റത്. അതായത് നെഗറ്റീവ് അവോയ്ഡ് ചെയ്തുകൊണ്ട് എന്നാൽ ഒപ്റ്റിമം റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ ആൻസർ ഹാളിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു മെത്തേഡ് റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് താങ്കളുടെ അനുഭവം. അതുകൊണ്ടാണല്ലോ ഏതാണ്ട് ഇത്രയധികം റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി ഇവിടെ ഇങ്ങനെ എത്തിപ്പെട്ടത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് താങ്കൾ നൽകിയിരിക്കുന്നത്. ഒരു ഇത്രയധികം റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ താങ്കൾക്ക് ഉദ്യോഗാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും ഒരു കോച്ചിങ് എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേഷനിൽ അനിവാര്യമായ ഒരു കാര്യമായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ? സർ, കോച്ചിങ് ഈ ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനിവാര്യമാണ്, അത്യാവശ്യമാണ്. ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നപ്പോൾ ഞാൻ തന്നെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്തതും ഞാൻ തന്നെയാണ് അങ്ങനെയാണ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. സോ ആ സമയത്ത് ഞാൻ റാങ്ക് ലിസ്റ്റുകളിൽ വന്നിട്ടുണ്ട്, ഇറിഗേഷനിലും വന്നിട്ടുണ്ട്, അഗ്രോയിലും വന്നിട്ടുണ്ട്. ബട്ട് ഒന്നും ജോബ് കിട്ടുന്ന റാങ്ക് എത്തിയിട്ടില്ല. സോ പിന്നെ ഞാൻ കോച്ചിങ്ങിനെ പറ്റി ചിന്തിക്കുന്നത് പോളി ലെക്ചറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ. സോ കോച്ചിങ് ഇപ്പോഴത്തെ കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ ഒരു എൻവയോൺമെൻറ്റിൽ അത്യാവശ്യം തന്നെയാണ്. സോ കോച്ചിങ് കാരണം നമുക്ക് കിട്ടുന്ന ഒരു മെൻറ്റർഷിപ്പും അത് കാരണം നമുക്കിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫെമിലിയറൈസ് ചെയ്യാൻ പറ്റും. അവർ തന്നെ ഒരു ടൈം ടേബിൾ ഇട്ട് നമുക്ക് പ്രിപ്പറേഷൻ നമുക്കൊരു സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും. സോ കോച്ചിങ് ആൻഡ് ആ സമയത്ത് ഈ പോളി ലെക്ചറിന് വേണ്ടിയാണ് ഞാൻ ഏണസ്റ്റിൻ്റെ കോഴ്സിനെ എടുക്കുന്നത്. സോ എനിക്ക് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തത് ഏണസ്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ വീഡിയോസ് മെയിനായിട്ട് ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്വസ്റ്റ്യൻ സീരീസ് ഉണ്ടായിരുന്നു, അത് ഫുള്ള് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കോച്ചിങ് ഇപ്പോഴത്തെ കോമ്പറ്റീറ്റീവ് ഒരു ഫീൽഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് പുതിയ മത്സരാധിഷ്ഠിത ലോകത്ത് കോച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് ജോലി എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് റാങ്ക് ലിസ്റ്റിലുണ്ട്, പക്ഷെ ജോബ് ഇല്ല എന്നുള്ള കണ്ടീഷൻ ആയിരുന്നു. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നു തരാൻ വേണ്ടിയല്ലോ, നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ പണ്ട് ഇറിഗേഷനിലായാലും അഗ്രോയിലായാലും ഈവൻ ISRലായാലും റാങ്ക് ലിസ്റ്റിലുണ്ട്, ജോബ് ഇട്ടിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ഇത് എന്നെ നല്ലപോലെ ഇപ്പം നടന്ന 7 to 8 എക്സാംസിൽ എല്ലാത്തിനും എനിക്ക് നല്ലൊരു റാങ്ക് കൈവരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ കോച്ചിങ് എടുത്തത്. അതായത് ഇന്നത്തെ ഒരു മത്സരാധിഷ്ഠിത ലോകത്ത് കൃത്യമായിട്ട് കോച്ചിങ് എടുത്തെങ്കിൽ മാത്രമേ നല്ല റാങ്ക് കിട്ടി, അതായത് ടോപ്പ് റാങ്ക് കിട്ടി പ്ലേസ്മെന്റ് കിട്ടുന്ന റാങ്കിൽ എത്താൻ. ജോബ് കിട്ടുന്ന റാങ്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് കോച്ചിങ് അത്യാവശ്യമാണ്. സാറിന്റെ ഒരു അനുഭവം നമ്മൾ ഇപ്പൊ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 12ഓളം എക്സാമിനേഷനുകളിൽ അത് മെക്കാനിക്കൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിനേഷനുകളിൽ ഉന്നതമായ റാങ്ക് തന്നെയാണ് താങ്കൾ നേടിയുടെ നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ ടെക്നിക്കൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും, നോൺ ടെക്നിക്കൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും, മെക്കാനിക്കൽ മേഖലയിൽ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇനി വരാൻ പോകുന്ന മെക്കാനിക്കൽ മേഖലയിലുള്ള എക്സാമുകൾ വരികയാണ്. അപ്പൊ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോടായിട്ട് ഒരു സക്സസ് പേഴ്സൺ എന്ന രീതിയിൽ താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം, ഒരു മോട്ടിവേഷൻ എന്താണ്? ഗവൺമെന്റ് സർവീസിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് അതിന്റെ സെക്യൂരിറ്റി തന്നെയാണ്, ഒരു ജോബ് സെക്യൂരിറ്റി തന്നെയാണ്. സോ അത് നമ്മുടെ മോട്ടിവേഷൻ നമ്മൾ തന്നെ കണ്ടെത്തണം. ഫസ്റ്റ് ഞാൻ ജോബിന് കയറുമ്പോൾ എനിക്ക് ജോബ് സെക്യൂരിറ്റി ആയിരുന്നു ആവശ്യം. റെയിൽവേയിൽ നിന്ന് എനിക്ക്
ഇപ്പോൾ നടന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹയർ പോസ്റ്റിലേക്ക് പോകണം, ഒരു ഗസറ്റ് ലെവലിലേക്ക് എത്തണം എന്നുള്ള ഇതായിരുന്നു. സോ മോട്ടിവേഷൻ നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. പ്ലസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ബേസ് തറവാക്കുക, ദെൻ കുറേ ക്വസ്റ്റ്യൻസ് ഫെമിലിയറൈസ് ചെയ്യുക, സ്വന്തമായി നോട്ട് പ്രിപ്പയർ ചെയ്യുക, അതിനെ റിവിഷൻ നല്ല രീതിയിൽ നടത്തുക. ഇതൊക്കെ ചെയ്യുകയാണ് നമുക്ക് മീൻസ് അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് സെറ്റ് ബാക്സ് എന്ന് പറയുന്നത്. ഈ സെറ്റ് ബാക്സ് ഇതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ്. നമുക്ക് തോൽവികൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന കാര്യം തന്നെയാണ്. സോ 1-2 ജോബ് എക്സാം ക്ലിയർ ആയില്ലെന്ന് വേണ്ട നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അത് കണ്ടിന്യൂ ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക. ഒരു സമയത്ത് നമുക്ക് കിട്ടും ഈ ജോബ്. നമ്മൾ ആഗ്രഹിക്കുന്ന ജോബിനെ നമുക്കൊരു സമയത്ത് കിട്ടും. അതായത് നമ്മുടെ സ്ഥിരതയുള്ള ഒരു എഫേർട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി തരും എന്നുള്ളത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. അതായത് താങ്കളുടെ ആ ഒരു ലൈഫ് ജേണിയിൽ, അതായത് ഒരു വലിയ നീണ്ട ലൈഫ് ജേണിയിൽ ഈ ഒരു റിതം താങ്കളുടെ ലൈഫിലുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ടായിട്ടാണ് താങ്കൾക്ക് ഈ ഒരു നേട്ടം വന്നു നിൽക്കുന്നത്. ഇനിയും റാങ്ക് ലിസ്റ്റുകൾ വരാനും ഉണ്ടല്ലേ? വരാനുണ്ട്. അപ്പൊ അതിലും തീർച്ചയായിട്ടും ഉയർന്ന റാങ്കുകൾ കിട്ടും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അതായത് ആ ഇട്ട് തുടങ്ങിയ എഫേർട്ട് കൃത്യമായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അത് ഒരു വിജയം ഇങ്ങനെ മാലപ്പടക്കം പോലെ പിന്നാലെ. ആദ്യമൊക്കെ ഇതിപ്പോ ഇപ്പൊ പറഞ്ഞ മുമ്പ് കുറെ തോൽവികളുണ്ട്. നമ്മൾ ഇത് മാത്രമേ മീൻസ് എപ്പോഴും നമ്മൾ ആഘോഷിക്കപ്പെടുന്നുള്ളൂ. തോൽവികൾ എപ്പോഴും ഇതിന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്നെയാണ്. സോ കുറെ തോൽവികൾ നടന്നിട്ടുണ്ട്. അത് അതിന്റെ അവിടെ ഇവിടെ എന്താണ് തെറ്റ് പറ്റിയത് അത് മനസ്സിലാക്കി അത് തിരുത്തി അങ്ങനെ പഠിച്ചു വന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ചൊരു ജോബ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. കൃത്യതയും സ്ഥിരതയുമുള്ള ഒരു തയ്യാറെടുപ്പുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും തന്റെ ജീവിതത്തിൽ വിജയം നേടിയെടുക്കാമെന്നതിന്റെ നേർസാക്ഷ്യമാണ് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന മനുസ. ഏതൊരാൾക്കും ഇദ്ദേഹത്തെ മാതൃകയാക്കിയാൽ തന്റെ ജീവിതത്തിൽ ഒരു വലിയ വിജയം നേടിയെടുക്കാൻ പറ്റും എന്ന് അദ്ദേഹം തന്റെ അനുഭവത്തിലൂടെ നമ്മളുമായി പങ്കുവെച്ചു കഴിഞ്ഞു. ഏതൊരു കുട്ടിയും വീണ് മാത്രമേ നടക്കാൻ പഠിക്കൂ എന്നുള്ളത് പരമമായ ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പരാജയങ്ങളെ മുമ്പോട്ടുള്ള വിജയത്തിന്റെ ചവിട്ടുപടിയാക്കി വേണം നമ്മൾ മുമ്പോട്ട് പോകുവാൻ. ഇത്രയും വിലപ്പെട്ട സമയം നമുക്കായി ചെലവഴിച്ച മനുസാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെ ഏണസ്റ്റ് അക്കാഡമിയുടെ നന്ദിയും അറിയിക്കുകയാണ്. മറ്റൊരു സക്സസ് സ്റ്റോറിയുമായി കാണാം. ഗുഡ് ബൈ.